ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നാരായണീയം ദശകം 1 ശ്ലോകം 7. കഷ്ടാതേ സൃഷ്ടിചേഷ്ടാ ബഹുതര ഭവഖേദാവഹ ജീവഭാജാ മിത്യേവം പൂർവമാലോചിതമജിത മായാ നൈവദ്യാഭിജാനേ നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുച്ഛിദ്രസാദ്രം നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാം ബോധിപൂരേരമേരൻ. അർത്ഥം ഇപ്രകാരമാണ്: അല്ലയോ ഭഗവാനെ, അവിടുത്തെ സൃഷ്ടി വ്യാപാരങ്ങൾ ഏറെ കഷ്ടതരവും ജീവാത്മാക്കൾക്ക് വിവിധങ്ങളായ സംസാര ദുഃഖത്തെ വരുത്തുന്നതുമാണ്. ഈ വിധമാണ് അടിയൻ മുമ്പ് കരുതിയിരുന്നത്. ഇപ്പോൾ അടിയൻ അങ്ങനെ കരുതുന്നില്ല. അവിടുന്ന് സൃഷ്ടി വ്യാപാരം നടത്തിയിരുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജീവാത്മാക്കൾക്ക് മോക്ഷാനന്ദകരവും രമണീയവുമായ അവിടുത്തെ ശരീരത്തെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും ആവോളം നുകർന്ന് പരമാനന്ദമാകുന്ന സമുദ്രത്തിൽ കളിയാടാനാകുന്നത്? ഇവിടെ മേൽപ്പത്തൂരിൻ്റെ തെറ്റിദ്ധാരണകൾ മാറിയ കാര്യമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, മേൽപ്പത്തൂർ എന്തിനാണ് ഗുരുവായൂർ വന്നത്? അദ്ദേഹത്തിന് വാതരോഗം കലശലായി. ഗുരുവിൻ്റെ കയ്യിൽ നിന്നും വാതരോഗം സ്വീകരിച്ചതാണ്. ആ രോഗം കലശലായി അദ്ദേഹത്തിന് മുമ്പോട്ട് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റുന്നില്ല. അതിഭീകരമായ വേദനയാണ്. ആ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഗുരുവായൂരിലേക്ക് എത്തിയത്. അങ്ങനെയാണ് അദ്ദേഹം അവിടെ ഭജനം പാർക്കുന്നത്. അപ്പോൾ ലൗകികമായ ഒരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് മേൽപ്പത്തൂർ അവിടെ എത്തിയത്. ആ എത്തുന്ന സമയത്ത് അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിച്ചിരുന്നു, എന്തിനാണ് ഭഗവാനെ എനിക്ക് ഈ വേദനയൊക്കെ നൽകുന്നത്? അങ്ങ് തന്നെയല്ലേ എന്നെയും സൃഷ്ടിച്ചത്. അങ്ങയുടെ ഈ സൃഷ്ടിക്ക് എന്തിനാണ് അങ്ങ് ഈ വേദനകൾ നൽകുന്നത്? അതുപോലെ ഈ ലോകത്തിലുള്ള സമസ്ത പ്രാണികളെയും സൃഷ്ടിക്കുന്നത് അവിടുന്ന് തന്നെയല്ലേ. അങ്ങ് സൃഷ്ടിക്കുന്ന ഈ ജീവികൾക്കെല്ലാം എന്തിനാണ് ഇത്രയും കഷ്ടങ്ങളൊക്കെ കൊടുക്കുന്നത്? അങ്ങയുടെ സൃഷ്ടിക്ക് തന്നെ അങ്ങ് ഇത്രയും കഷ്ടങ്ങൾ കൊടുക്കുന്നത് എന്തിനാണ് എന്ന് അടിയൻ മുമ്പ് ചിന്തിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ ഭജനം പാർത്ത് ഇരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാകുന്നു അങ്ങ് എന്തിനാണ് ഈ കഷ്ടങ്ങളൊക്കെ ജീവികൾക്ക് കൊടുക്കുന്നത് എന്ന്. അങ്ങനെ കഷ്ടങ്ങൾ എനിക്ക് തന്നതുകൊണ്ടാണല്ലോ ഭഗവാനെ എനിക്ക് അവിടുത്തെ മുമ്പിൽ ഭജനം പാർക്കാനും അവിടുത്തെ തിരുരൂപം കണ്ണുകൊണ്ടും കാതുകൊണ്ടും ആവോളം നുകരാനും സാധിച്ചത്. അങ്ങനെ അങ്ങ് കഷ്ടം തന്നില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഇവിടെ വരാൻ കഴിയുമായിരുന്നില്ല. അങ്ങയുടെ തിരുരൂപം ദർശിക്കുവാനും അതിൻ്റെ സായുജ്യമടയാനും കഴിയുമായിരുന്നില്ല. ഇതാണ് മേൽപ്പത്തൂർ ഇവിടെ പറയുന്നത്. ഭഗവാൻ ഈ വിധം ചെയ്തില്ലെങ്കിൽ നമുക്കാർക്കും തന്നെ ഭഗവാന്റെ ആ രൂപം കാണാൻ കഴിയുകയില്ല. സാധാരണ ജീവാത്മാക്കളുടെ കാര്യമാണ് പറയുന്നത്, യോഗികളുടെ കാര്യമല്ല. സാധാരണ മനുഷ്യർ എപ്പോഴാണ് ക്ഷേത്രത്തിലേക്ക് ഓടിപ്പോകുന്നത്? വെറും സാധാരണയായ മനുഷ്യരുടെ കാര്യമാണ് പറയുന്നത്. അവർ ഒരു വലിയ പ്രശ്നം നേരിടുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ദുഃഖം വരുമ്പോൾ അവർ ഭഗവാനെ ആശ്രയിക്കാനായി അവിടേക്ക് പോകും. അതാണ് കൂടുതലായും ഇന്നത്തെ ഈ കലിയുഗത്തിൽ സംഭവിക്കുന്നത്. അതല്ലാതെ ഭഗവാനെ കൂടുതലായി സ്നേഹിക്കണം, എപ്പോഴും ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കണം എന്ന രീതിയിൽ പോകുന്ന ആളുകൾ താരതമ്യേന കുറവാണ്. ഇവിടെ മേൽപ്പത്തൂർ പോലും
ക്ഷേത്രത്തിലേക്ക് എത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ വാതരോഗം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭഗവാൻ ഓരോന്നും നിശ്ചയിക്കുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ പുറകിൽ ഓരോരോ കാരണങ്ങളുണ്ട്. ഇന്ന് മേൽപ്പത്തൂർ ആ വിധം അവിടെ പോയി ഭഗവാനെ സേവിച്ചു, ഭഗവാന്റെ കഥകളൊക്കെ എഴുതി നാരായണീയം രൂപത്തിൽ ഭഗവാന്റെ അതീവ ഭക്തനായി മാറി. ഭഗവാൻ എന്തിന് ഈ വിധം കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കി. അതിന് എന്താണ് ഭഗവാൻ തിരിച്ചു കൊടുത്തത്? ഗുരുവായൂർ ക്ഷേത്രം നിലനിൽക്കുന്നിടത്തോളം കാലം മേൽപ്പത്തൂരിൻ്റെ നാമവും ഉണ്ടാകും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ കഷ്ടങ്ങളൊക്കെ നൽകിയത് എന്നാണ് മേൽപ്പത്തൂർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മേൽപ്പത്തൂരിന് വാതരോഗം വന്നു, എന്നാൽ ഗുരുവിന് വാതരോഗം വന്നു. ഗുരു ഈ വിധം ഭജനമിരിക്കാൻ ഗുരുവായൂർ വരാനല്ല നിശ്ചയിച്ചത്. ഗുരു മറ്റു പല പൂജകളൊക്കെ നടത്തി ഈ വാതരോഗം തൻ്റെ ശിഷ്യന് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ശിഷ്യൻ എന്താണ് ചെയ്തത്? അത് സന്തോഷപൂർവ്വം ഗുരുവിൽ നിന്നും ഏറ്റുവാങ്ങി ഭഗവാൻ ഗുരുവായൂരപ്പനെ ആശ്രയിച്ചു. അപ്പോൾ ഭഗവാൻ എന്താണ് തിരിച്ചു കൊടുത്തത്? അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ദുഃഖം കൊടുത്തത്? ഈ ദുഃഖം മേൽപ്പത്തൂരിന് കൊടുത്തത് കൊണ്ടല്ലേ ഈ വിധം മേൽപ്പത്തൂരിന് ഭഗവാനെ കാണാനും നാരായണീയം രചിക്കാനും മോക്ഷപ്രാപ്തിക്കും വഴി വന്നത്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ജീവാത്മാക്കൾക്ക്, ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്ന ജീവാത്മാക്കൾക്ക് കഷ്ടങ്ങൾ കൊടുക്കുന്നത്. ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് തെറ്റിദ്ധാരണയുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ തെറ്റിദ്ധാരണകൾ മാറി. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇത് തന്നെയാണ്. ഭഗവാൻ നമുക്കൊരു കഷ്ടം തരുമ്പോൾ ഭഗവാൻ നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം കഷ്ടങ്ങൾ തരുമ്പോഴാണ് എൻ്റെ ഭഗവാനെ എനിക്കിത് വന്നല്ലോ എന്ന് നമ്മൾ വിളിക്കുന്നത്. ആ വിളി കേൾക്കാൻ വേണ്ടിയിട്ടാണ്, ആ വിളിയിൽ എത്ര ആത്മാർത്ഥതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ കഷ്ടങ്ങളൊക്കെ നമുക്ക് തരുന്നത്. നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ഭഗവാനെ ഭജിച്ചാൽ വലിയ വലിയ നേട്ടങ്ങളായിരിക്കും പിന്നീട് ഭഗവാൻ നമുക്ക് തരുന്നത്. മേൽപ്പത്തൂരാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമുക്ക് ദുഃഖം തരുമ്പോൾ അത് ഭഗവാന് നമ്മളോട് സ്നേഹമില്ലാഞ്ഞിട്ടാണ് എന്ന് കരുതരുത്. സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഭഗവാൻ ഈ വിധം നമ്മളോട് പ്രവർത്തിക്കുന്നത്. പുരാണങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഓരോ കഥകളും പറയുമ്പോൾ ആലോചിക്കുക, ഒരുപാട് ദുഃഖങ്ങളാണ് അവിടെ ഓരോരുത്തരും അനുഭവിക്കുന്നത്. അവരുടെ കൂടെ ഭഗവാൻ ഏതു രീതിയിലാണ് ഉള്ളതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കഥകളും പഠിക്കുന്നത്. കാളിയമർദ്ദനമായാലും കുചേലവൃത്തമായാലും പൂതനാമോക്ഷമായാലും കംസവധമായാലും മഹാഭാരതത്തിലെ വിവിധങ്ങളായ കഥകളായാലും നമ്മൾ പഠിക്കുന്നത് ഈ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ദുഃഖങ്ങൾ വരുമ്പോൾ ഈശ്വരനെ പഴിക്കാതിരിക്കുക. അത് ഭഗവാനിലേക്ക് എത്താനുള്ള വലിയ വഴിയായി കണക്കാക്കുക. ആ വഴി പ്രയോജനപ്പെടുത്തി മുമ്പോട്ട് പോവുക. അതല്ലാതെ ദുഃഖമാണ്, അതുകൊണ്ട് ഞാനിനി ക്ഷേത്രത്തിൽ പോകുന്നില്ല, ഇനി വിളക്ക് കത്തിക്കുന്നില്ല, നാമം ജപിക്കുന്നില്ല, എത്ര വർഷമായി ഞാൻ ഗുരുവായൂർ വരുന്നു, എന്നിട്ടും ഭഗവാൻ എനിക്ക് ദുഃഖം മാത്രമാണ് തരുന്നത് എന്ന് പറഞ്ഞ് പഴിക്കാതിരിക്കുക. മോക്ഷത്തിലേക്ക് എത്താനുള്ള വലിയ വഴിയാണ് ഇതെന്ന് മനസ്സിലാക്കുക. കുചേലൻ വർഷങ്ങളോളം ദുരിതവും ദുഃഖവും പ്രയാസവും അനുഭവിച്ചു. പക്ഷെ അദ്ദേഹം ആ സമയവും ഈശ്വര ഭജനം മറക്കാതിരുന്നു. അവസാനം ഭഗവാൻ എന്താണ് കൊടുത്തത്? ഈ കഥകളൊക്കെ ആലോചിക്കുക, പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ദുഃഖങ്ങൾ ഭഗവാനിലേക്ക് അടുക്കാനുള്ള വഴിയാണെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. ഹരേ കൃഷ്ണ.